ട്രക്കുകളെല്ലാം ഒരു തെറ്റിക്കാതെ റോഡിന്റെ ലെഫ്റ്റ് സൈഡിലെ ട്രാക്ക് ചേർന്ന് മാത്രം പോകുന്നു. വേഗത്തിൽ പോകേണ്ടവർക്ക് കയറിപ്പോകാം. ബസ്സുകൾ അതിനകത്ത് അധികം കണ്ടില്ല, പക്ഷേ ഈ ട്രക്കുകളാണ് ഏറ്റവും കൂടുതൽ. അപ്പൊ നമ്മളുടെ ഈ റോഡും ഹൈവേയും 6 വരി പാത പൂർത്തിയായി കഴിയുമ്പോൾ ചില വാഹനങ്ങളെ നിയന്ത്രിക്കണം എന്ന ഒരു അഭിപ്രായം ഉണ്ടാവുകയും അതിനുള്ള ചില ബോർഡുകൾ പലയിടത്ത് സ്ഥാപിച്ചു തുടങ്ങുകയും ചെയ്തപ്പോൾ നമ്മുടെ നാട്ടിലെ വളരെ പ്രമുഖമായ ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവ് പ്രസ്താവന ഇറക്കിയിരിക്കുന്നു. ഈ റോഡിലൂടെ നിരോധിച്ചിരുന്ന ഇതൊക്കെയാണ്: JCB, ട്രാക്ടർ, ഓട്ടോറിക്ഷ, ബൈക്ക്. ഇത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ വണ്ടിയൊക്കെല്ലാം ഈ ഹൈവേ കൂടെ പോകാൻ അനുമതി കൊടുക്കുമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന, പ്രഖ്യാപനം. ഒന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെയല്ല നമ്മൾ ജനകീയനാവേണ്ടത്. കാലഘട്ടത്തിനനുസരിച്ചുള്ള പുതിയ ടെക്നോളജി അവഗണിച്ചുകൊണ്ടും അതിനെ മറികടന്നുകൊണ്ടും അല്ല നമ്മൾ ജനകീയരാവേണ്ടത്. നമ്മുടെ സമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ കാണിക്കണം. എന്തുകൊണ്ടാണ് ട്രാക്ടറും JCBയും ഈ റോഡിൽ അനുവദിക്കാത്തത്? എത്രയോ 1000 കോടി രൂപ മുടക്കി ഇങ്ങനെ ഒരു അതിവേഗ പാത ഉണ്ടാക്കിയതിന്റെ ലക്ഷ്യം എന്താണ്? അതിവേഗത്തിൽ പോകേണ്ടവർക്ക് അതിവേഗത്തിൽ എത്താൻ വേണ്ടിയാണ്. അതിന്റെ സൈഡിൽ കൂടെയുള്ള സർവീസ് റോഡാണ് ഈ ട്രാക്ടറിനും JCBക്കും ഓട്ടോറിക്ഷയ്ക്കും പോകാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നമുക്ക് മനുഷ്യരെ പറഞ്ഞു കൊടുക്കാൻ, ഈ ജനാധിപത്യത്തിലെ ജനകീയത ഉറപ്പുവരുത്താൻ വേണ്ടി ഏത് ഡൈല്യൂഷനും നമ്മൾ മുതിരുമ്പോ ഒരു സംശയവും വേണ്ട, 6 വരിയല്ല 16 വരി പാത ഉണ്ടാക്കിയാലും അവിടെ മനസ്സും അടുത്തിട്ട് നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഈ നാട് വിട്ടുപോയിക്കൊണ്ടേയിരിക്കും.